ലോകം മുഴുവൻ കൊറോണ കാരണം പേടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് കൊറോണ വന്നത് മുതലാക്കി കോടീശ്വരനായ ഒരാൾ നമ്മുടെ ലോകത്തിലുണ്ട്. ഇപ്പോൾ അയാൾ ലോകത്തിലെ തന്നെ ഒരു കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നു. ആരാണെന്നല്ലേ? യുവാൻ. കൊറോണ വിറ്റ് കാശുണ്ടാക്കിയവൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ചൈനക്കാരനാണ്. ചൈനയിൽ നിന്ന് വന്ന കൊറോണ ചൈനക്കാരൻ തന്നെ അത് വിറ്റ് കാശുണ്ടാക്കി. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേട്ട് സുപരിചിതമായ ഒരു ആപ്ലിക്കേഷൻ സൂം ആപ്ലിക്കേഷൻ 100-ലധികം ആൾക്കാരെ ഒരേ സമയം വീഡിയോ കോളും അതുപോലെ വീഡിയോ ക്ലാസ്സും വർക്ക് ഫ്രം ഹോമും എല്ലാം ചെയ്യാൻ സഹായിക്കുന്ന ഒരു കിടുക്കൻ ആപ്ലിക്കേഷൻ്റെ ഫൗണ്ടറാണ് ഇദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ വാട്സപ്പിലും സ്കൈപ്പിലും ഒന്നും ഇല്ലാത്ത ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മുടെ സൂം ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ കൊണ്ടൊന്ന് കണ്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മുടെ സൂം എന്ന ആപ്ലിക്കേഷൻ ഒരേ സമയം 100-ലധികം ആൾക്കാരെ വീഡിയോ കോൾ ചെയ്യാനും അതുപോലെ വീഡിയോ ക്ലാസ്സും അതുപോലെ സ്ക്രീൻ മിററിങ്ങും ഒക്കെയുള്ള ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് വിൻഡോസിലും അതുപോലെ മാക്കിലും എല്ലായിടത്തും സപ്പോർട്ട് ആവുന്നതാണ്. ആൻഡ്രോയിഡിലെല്ലാം സപ്പോർട്ട് ആവുന്നതാണ്. ഒരേ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, നമ്മൾ സ്കൂളിൽ വർക്ക് ഫ്രം ഹോം അതുപോലെ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം നമുക്ക് ഇതിലൂടെ നടത്താൻ പറ്റും. അതുപോലത്തെ ഒരു കിടുക്കൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇമെയിലിലൂടെ ഒക്കെ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവരും കൂടുതൽ ഫേസ്ബുക്കായിട്ടായിരിക്കും. അതുമ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ടും എന്തായാലും ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കുമായിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു കയറുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നേരെ ജോയിൻ മീറ്റിംഗ്, ക്രിയേറ്റ് മീറ്റിംഗ് അതുപോലുള്ള കുറേ സെക്ഷൻസ് കാണും. ഇപ്പോൾ ഞാനാണ് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ക്രിയേറ്റ് മീറ്റിംഗ് കൊടുക്കണം. ആ ക്രിയേറ്റ് മീറ്റിംഗിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഐഡിയ കാണും. ആ ഐ ഡി നമ്മൾ ലിങ്ക് വഴി വാട്സപ്പ് വഴി അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് അവർക്ക് കൊടുത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഐ ഡി ക്ലിക്ക് ചെയ്ത് വേണം അവർക്ക് ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ. അതായത് ഇപ്പം ഞാനാണ് ഒരു ക്ലാസ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ ബേസ്ഡ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഞാനാണ് ഒരു ക്ലാസ് നടത്തുന്നത് വെച്ചു. ഇപ്പം ഞാൻ ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ് നടത്തുമ്പോൾ ഞാനിവിടെ സ്വാഭാവികമായിട്ടും ഞാനാണ് ആ ക്ലാസ്സിൻ്റെ ഇൻചാർജ്. ക്രിയേറ്റ് മീറ്റിംഗ് എന്ന് കൊടുക്കും. അപ്പോൾ ക്രിയേറ്റ് മീറ്റിംഗ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തൊരു പർട്ടിക്കുലർ ഐ ഡി വരും. ആ ഐ ഡി നമ്മൾ സ്റ്റുഡൻസിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയായാലും കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുവഴി അല്ലെങ്കിൽ മെയിൽ അയക്കാം, അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴി നമുക്ക് അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ ഈ ലിങ്ക് ആ സ്റ്റുഡൻസിന് കിട്ടിയിട്ട് ആ സ്റ്റുഡൻസ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, അതുപോലെ നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇനി എൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് വിളിച്ച് കാണിക്കാം. ഒരു 2-3 ഫീച്ചേഴ്സ് 2-3 ഫ്രണ്ട്സിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഋഷി എല്ലാവർക്കും അറിയാം, നമ്മുടെ വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ട് ഋഷികേഷ്. അതുപോലെ താഴെ ചിത്ര ഹരികുമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആദിത്യനാണ്. ആദിത്യൻ നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് തന്നെ വരും, ഇല്ലയോ? അടുത്തുള്ള വീഡിയോയ്ക്കകത്ത് തന്നെ വരും. പിന്നെ തൊട്ട് മണ്ടയ്ക്ക് നിങ്ങളുടെ സ്വന്തം ടെക്കിക്കൂട്ടൻ ഇരിപ്പുണ്ട്, അവിടെ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ റിവ്യൂ അങ്ങ് തുടങ്ങാം. നമ്മുടെ ഒരു ഹോസ്റ്റാണ് നമ്മൾ. അപ്പോൾ നമുക്കാണ് എല്ലാം പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഋഷികേഷ് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അലോ ചെയ്ത് കൊടുക്കുക, അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ കോൾ ജോയിൻ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം ഓൾറെഡി ഞാൻ ആദ്യത്തിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഋഷികേഷ്. അത് ലോഡിങ്ങിൻ്റെ ആണ് ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്, ഒരു ലോഡിങ് വരുന്നുണ്ടോ. ബാക്കി ഇത്രയും പാർട്ടിസിപ്പൻസ് ആണ് ഇതിനകത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ മൈക്ക് ഓൺ ആണോ വീഡിയോ ഓൺ ആണോ എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ 3 പേരും വന്നിട്ടുണ്ട്. നമ്മൾ തൽക്കാലം 3 പേരെയാണ് നോക്കുന്നത്. നമുക്കിനി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ താഴോട്ട് നമ്മൾ ഈ ഇൻവൈറ്റിൻ്റെ ബട്ടൺ ഞെക്കിയിട്ട് എന്ത് വഴിയാണ്, ജിമെയിൽ വഴിയാണോ വാട്സപ്പ് വഴിയാണോ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഈ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് സൗണ്ട് അവർ പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് വീഡിയോയുടെ അവസാനം ബാക്കി നമുക്ക് ഒരു കിടിലൻ പാട്ടൊക്കെ വരുന്നുണ്ട്, നമുക്കത് പിന്നെ കാണാം. അപ്പോൾ ഇതാണ് സെറ്റിങ്സ്, മീറ്റിംഗ് സെറ്റിങ്സ്. നമുക്ക് വേണമെങ്കിൽ ഓരോ അറേഞ്ച്മെൻറ്റ്സ് വരുത്താം. ആരുടെയൊക്കെ സൗണ്ട്, ആരെയൊക്കെ ഹോസ്റ്റ് ആക്കണം, ആരുടെയൊക്കെ സൗണ്ട് ഹൈ പ്രയോറിറ്റി വെക്കണം, ആരെ ലീഡർ ആക്കണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് മൊത്തം നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷെയർ എന്നൊരു ഓപ്ഷൻ നോക്കുമ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ, ഡോക്യുമെൻ്റ്, ബോക്സ്, ഡ്രോപ്പ് ബോക്സ്, അതുപോലെ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ്, URL, സ്ക്രീന്, അതുപോലെ വൈറ്റ് ബോർഡ്. നമുക്ക് ആദ്യം ഷെയർ വൈറ്റ് ബോർഡ് എന്താണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് ബോർഡിൽ എഴുതുന്ന പോലെ എഴുതാം. ഞാനിപ്പോൾ ഇവിടെ GK ടെക്കിന് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. GK ടെക്കിന് എഴുതുന്നുണ്ട്. നമുക്ക് ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു അത് തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ വീഡിയോ കോളിൽ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു വൈറ്റ് ബോർഡ് പോലെ. ആ ഒരു ഫീച്ചറാണ്, ഒരു കിടിലൻ ഫീച്ചറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
സബ്സ്ക്രൈബ് എന്ന് എഴുതി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് എഴുതുക. ഇതൊരു കിടിലൻ ഫീച്ചറാണ് ഗൈസ്. വേറൊരു ആപ്പിലും ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ ഓർഡിനറി ഫീച്ചറാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഫീച്ചർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ താഴെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഷെയറിൻ്റെ അവിടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതുപോലെ URL സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള സാധനം നമ്മൾ ക്രോം കാസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ അലോ കൊടുക്കുക, എല്ലാം സ്റ്റാർട്ട് നൗ കൊടുക്കുക. അതായത് ഇപ്പോൾ എൻ്റെ ഫോണിൽ എന്താണ് കാണിക്കുന്നത്, അതായത് നമ്മുടെ ഹോം സ്ക്രീനാണ് കാണിക്കുന്നത്. ഹോം സ്ക്രീനിൽ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അവർക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഗാലറി പോയി ഫോട്ടോ എടുക്കുകയാണെങ്കിലോ വാട്സപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കാണിക്കുകയാണെങ്കിലോ വീഡിയോ കാണിക്കുകയാണെങ്കിലോ എല്ലാം നമ്മളെന്ത് കാണുന്നു അത് അവർക്ക് കാണാൻ പറ്റും. ആ ഒരു ഫീച്ചറാണ് ഈ ഒരു സ്ക്രീൻ മിററിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തുള്ളൊരു വേറൊരു ഫീച്ചറാണ് നമുക്കിപ്പം കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണ് നമുക്ക് വീഡിയോ കോൾ വരുന്നതെങ്കിൽ നമുക്കത് ഡ്രൈവിംഗ് മോഡിലുണ്ട്. അതായത് നമുക്ക് സംസാരിക്കാൻ മാത്രം, ഈ 100 പേരെങ്കിൽ 100 പേരോട് സംസാരിക്കാൻ മാത്രമുള്ളൊരു ഫീച്ചറും ഈ സൂം എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനായി ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഡ്രൈവിംഗ് മോഡ് എന്നൊരു മോഡ് കാണാം. അത് നിങ്ങൾ ഇനേബിൾ ചെയ്തിട്ട് വോയിസ് മാത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമുക്കിനി നമ്മുടെ നമ്മുടെ കിടുക്കൊരു പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ മൊത്തത്തിൽ നിന്ന് കഴിയും. അപ്പോൾ നിങ്ങൾ ആ പാട്ടൊന്ന് എൻജോയ് ചെയ്യുക. പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പാട്ട് എൻജോയ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വെച്ച് കാണാം. രാത്രി കൂടി വിടവാതെ പാട്ടുകൂടി പല നാളലഞ്ഞ മരു ആത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ കിളികൾ പൂങ്കിളികളാ ഒരു രാത്രി കൂടി വിടവാൻ അരേ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ലൊരു കിടുക്കൻ സൂമിൻ്റെ റിവ്യൂ കണ്ടു. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ ഗൈസ്, ഭയങ്കര ഫീച്ചേഴ്സും കുറേ അധികം നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ നമ്മളൊരു പാട്ട് കേട്ട് കിടുക്കൻ പാട്ടായിരുന്നല്ലേ. വീഡിയോ കോൾ വലിയ ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ ഇച്ചിരി റേഞ്ച് ഉള്ളിടത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ളൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഫോണിൻ്റെ ക്യാമറയുടെയും കൂടെ ബെറ്റർ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഓരോരുത്തരുടെ ഫോൺ, ഇപ്പോൾ അമ്മമാരുടെ ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ സ്ക്രീനിലും കണ്ടത്. അപ്പോൾ നിങ്ങൾ സൂം ഉപയോഗിച്ചിട്ടുണ്ടോ? സൂം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സൂം ഉപയോഗിച്ച് തുടങ്ങുക. കിടുക്കൻ ആപ്ലിക്കേഷനാണ്. ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് സ്റ്റുഡൻസൊക്കെ അങ്ങും ഇങ്ങൊക്കെയാണ്, വലിയ ബന്ധമൊന്നുമില്ല, എല്ലാവരും ഗെയിം കളി അതുപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ മുഴുകിയിരിക്കുകയാണെങ്കിലും കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് എവർ ഒരു ആപ്ലിക്കേഷനാണ് സൂം എന്ന ആപ്ലിക്കേഷൻ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അതിൻ്റെ ഒരു ആവശ്യം പറ്റില്ല, പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്തായാലും ചുമ്മാ ഒരു ഫോർമാലിറ്റി കിട്ടേക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ആപ്ലിക്കേഷൻ്റെ നല്ലൊരു എന്താ പറയുക അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് തിരിച്ചു ഇട്ടേക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. കൂട്ടത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ബട്ടനോട് ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം. ഓക്കെ, അപ്പം നാളെ രാവിലെ 10 മണിക്ക് എന്തെങ്കിലും വെറൈറ്റി കണ്ടൻ്റൊക്കെ ആയിട്ട് വീണ്ടും വരുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ. ഒരു മിനിറ്റ്, സൈനിങ് ഓഫ്. കിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച, ഭീഷണി വേണ്ട അതു മുതലാകൂല, ഏഷണി കൂട്ടാൻ നോക്കേണ്ട വേഗൂല, നരകത്തിലൊരു തരി വെളിച്ചം, പതനത്തിലും തല ഉയർത്തിയ ചരിത്രം, ഇവിടാരാന്റെ തന്തയ്ക്ക് ഭ്രാന്തെന്ന് കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല, ചുമ്മാ വീമ്പിളക്കില്ല മോനെ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളും മോന്തി, അമ്പലത്തിൽ പോയി കുറി തൊട്ടു വണങ്ങി, കുംഭസാരം ചൊല്ലും പൊന്നു മലയാളി, നിനക്കു നീ തന്നെയാണ് എതിരാളി. നടുനില ഇപ്പോൾ തരുണി മണികൾ, അവർക്കേറെയുണ്ട് കഥന കഥകൾ, സദാചാരം നോക്കും വിരണ്ട നരകൾ, പകൽ മാന്യന്മാർ പരമദ്രോഹികൾ.
ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ് വരും അംഗത്തിനായി ഒത്തു കച്ചമുറുക്ക് തല കുമ്പിട്ടു നിൽക്കാതെ നെഞ്ചുവിരിക്ക് അങ്ങ് കൊമ്പത്തയെ മാനും മുട്ടുമടക്കും ഇനി എന്തിനു കപട സദാചാരം കൊലപാതകമല്ലൊരു പരിഹാരം